അംഗീകരിച്ചു വരിക ശാസ്ത്രജ്ഞന്മാർ. പണ്ട് അംഗീകരിച്ചിരുന്നില്ല. ഭാരതീയ ഋഷിയാണ് പറഞ്ഞത് ലോകത്തിലെ സർവചരാചരങ്ങൾക്കും പരസ്പര ബന്ധമുണ്ട്, ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടു നിൽക്കുന്നു. അതുകൊണ്ടാണ് അദ്വൈതം എന്ന് പറഞ്ഞത്. എല്ലാം ഒന്നും വേറിട്ടല്ല, ഒന്നിന്റെ അംശങ്ങളാണ്, ഒന്നിന്റെ വകഭേദങ്ങളാണ് മുഴുപ്രപഞ്ചവും. അതാണ് അദ്വൈതം, അതാണ് ആധ്യാത്മികത, അതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു ഋഷി. ലോകം മുഴുവൻ വളർന്നു വരുമ്പോഴും അത് അംഗീകരിച്ചത്. ഇത് വെറും മതം, ധർമ്മമല്ലേ? ധർമ്മം എന്ന് പറഞ്ഞാൽ റിലീജിയൻ അല്ലേ? ധർമ്മം എന്ന വാക്കിന് ഇംഗ്ലീഷിൽ വേറെ പദമില്ല. റിലീജിയൻ എന്ന വാക്കുണ്ട്, മതം എന്നുള്ളതിനുണ്ട്. സ്പിരിച്വാലിറ്റി എന്ന് ഇപ്പോൾ അവർ പുതിയ വാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ധർമ്മം എന്ന സംസ്കൃത പദത്തിന് ഇംഗ്ലീഷിൽ പകരം പദമില്ല. കാരണം ആ സങ്കല്പം ലോകത്തിന് മനസ്സിലാവില്ല. ഭാരതീയനൊഴിച്ച് ഹിന്ദുവിനൊഴിച്ച് ആ പദത്തിന്റെ ഭാഗം ഇന്ന് പക്ഷേ ശാസ്ത്രജ്ഞന്മാർ ദ ഫൈനൽ തിയറി അന്വേഷിച്ച് നടക്കുകയല്ലേ. ഇവിടെ അധ്യാപകരുണ്ടല്ലോ, കോളേജിൽ പഠിക്കുന്ന മക്കളില്ലേ, പുതിയ പുതിയ പദങ്ങൾ വരുന്നില്ലേ? ആധുനിക ഊർജശാസ്ത്രജ്ഞന്മാർ ഒരു പുതിയ പദം കണ്ടെത്തിയിട്ടുണ്ട്. പുതിയ പദമല്ല, ഒരു പുതിയ സങ്കല്പം. ഏതാണ്? ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്നാണ് അതിന്റെ പേര്. ഈ അമ്പലത്തിന്റെ മുറ്റത്ത് ഇന്നേ ദിവസം ഈ നിമിഷം ഒരു ചിത്രശലഭം ചിറകടിച്ചാൽ, ചിത്രശലഭമല്ല ഏത് ചലനത്തിലും തരംഗങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചിത്രശലഭം ചിറകടിച്ചാൽ തരംഗങ്ങൾ ഉണ്ടാവും. ആ തരംഗം അത് വർദ്ധിച്ച് 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 അനേകം ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കഴിഞ്ഞാൽ ഇത് ഒരുപക്ഷെ മറ്റു തരംഗങ്ങളുമായി കൂട്ടിയിടിച്ചത് ഫ്യൂസായി പോകാം, ഇല്ലാതെയായി പോകാം. അല്ലെങ്കിൽ അത് വളർന്ന് പടർന്ന് സഞ്ചരിച്ച് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാൽ മറ്റൊരു ഭൂഖണ്ഡത്തിൽ, അമേരിക്കയിൽ, മിസിസിപ്പിയിൽ, കാലിഫോർണിയയിൽ അതൊരു ചുഴലിക്കൊടുങ്കാറ്റായി ആഞ്ഞടിക്കാം. അല്ലെങ്കിൽ അതൊരു സുനാമി തിരയായി ലോകത്തിന്റെ മറ്റൊരിടത്ത് ആക്രമിച്ച് കയറി വരാം. ഏത്? ഈ ചിത്രശലഭത്തിന്റെ ചിറകടിയുടെ തരംഗത്തിന്റെ പരിണാമം. അർത്ഥം, ലോകത്തിന്റെ, പ്രപഞ്ചത്തിന്റെ, പ്രകൃതിയുടെ മൂലയിൽ, ഏതൊരു മൂലയിൽ നടക്കുന്ന എത്രയും ചെറിയ ചലനം പോലും ലോകത്തിന്റെ ഇതര ഇടങ്ങളിലേക്ക്, മുഴുപ്രപഞ്ചത്തിലേക്ക് അത് സംവദിക്കപ്പെടും, സന്നിവേശിക്കപ്പെടും, അതിന്റെ പ്രതികരണം ഉണ്ടാകും. എന്നാണെങ്കിൽ അർത്ഥമെന്താ? മുഴുപ്രപഞ്ചവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നല്ലേ? അതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ പ്രവൃത്തികൾ, ഓരോ ചലനവും ലോകത്തിനെ അത് സ്വാധീനിക്കുമെങ്കിൽ, ആ പ്രവൃത്തി ലോകത്തിന് നന്മയുണ്ടാക്കണമെങ്കിൽ നന്മ ചെയ്യണ്ടേ? എന്റെ പ്രവൃത്തികൾ നിങ്ങൾക്ക് ദോഷമായി ബാധിക്കും എന്നാണെങ്കിൽ, അത് പ്രപഞ്ചത്തിന്റെ നിയമമാണെങ്കിൽ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് മാത്രം സുഖമുണ്ടാക്കിയാൽ പോരാ, നിങ്ങൾക്ക് കൂടി അത് ക്ഷേമം ഉണ്ടാക്കണം. അപ്പോഴേ അത് ധർമ്മമാവൂ. അതുകൊണ്ടാണ് ഭാരതത്തിലെ, കേരളത്തിലെ ഋഷി ഭാരതത്തിന്റെ ഈ മഹത്തായ ദർശനത്തിനെ രണ്ട് വരികളിൽ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. മഹത്തായ ആധ്യാത്മിക ദർശനം 2 വരിയിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞത് എന്താണ്? ഇവൻ എന്നറിയുന്നതൊക്കെയോർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. മുഴുപ്രപഞ്ചവും ഒരൊറ്റ ആത്മീയ ദർശനത്തിന്റെ, ഒരു സത്തയുടെ ഭാഗമാണ് ഈ കാണുന്നത് മുഴുവൻ. എങ്കിൽ എങ്ങനെ ജീവിക്കണം? ഇത് തത്വം, ഇത് സത്യം. സത്യം വധ, അതാണ് പറഞ്ഞത്. അവനവൻ ആത്മസുഖത്തിന്. പിന്നെ അത് ധർമ്മമാകണമെങ്കിൽ എന്തു വേണം? അതുകൊണ്ട് എങ്ങനെ ജീവിക്കണം? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്ന് സുഖത്തിനായി വരേണം. ഞാൻ ചെയ്യുന്ന, എനിക്ക് എന്റെ ഇഷ്ടത്തിന് ചെയ്യുന്ന, എന്റെ പ്രയോജനത്തിന് ചെയ്യുന്ന, എന്റെ കുടുംബത്തിന് ചെയ്യുന്ന, എന്റെ മക്കൾക്ക് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് കൂടി നന്മ വരുത്തുന്നതായിരിക്കണം എന്ന ഋഷിവചനമുണ്ടല്ലോ. അതാണ് ധർമ്മവും, സത്യവും ധർമ്മവും. ആ ശീലം നമ്മുടെ മക്കൾക്ക് ചെയ്യുന്ന പ്രവൃത്തിയെ മുഴുവൻ സമൂഹത്തിന്റെ നന്മയ്ക്കുള്ളതാക്കാനുള്ള അനുഷ്ഠാനങ്ങൾ, ശീലങ്ങൾ നാം നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രകൃതിയുടെ നിയമം തെറ്റിക്കുന്നത് ആരാ? ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് തെറ്റിപ്പോയി. ഒരേ ഒരു ജീവിയെ പ്രകൃതിയുടെ നിയമം തെറ്റിക്കുന്നതുള്ളൂ, അത് മനുഷ്യൻ മാത്രമാണ്. പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജീവജാലങ്ങൾക്കും ഒരൊറ്റ അവസ്ഥയിലേ ജീവിക്കാൻ പറ്റൂ, മനുഷ്യനൊഴികെ. ഏതാണ് അവസ്ഥ? പ്രകൃതി എന്ന അവസ്ഥ. ആ പ്രകൃതിയിൽ എങ്ങനെയാണോ പ്രകൃതി സൃഷ്ടിച്ചത്, ഈശ്വരൻ സൃഷ്ടിച്ചോ ഇല്ലയോ അത് നിങ്ങൾ തീരുമാനിച്ചുകൊള്ളുക. സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണോ അതുപോലെ ലോകത്തിൽ എവിടെയാണെങ്കിലും ആ ജീവികൾക്ക് ജീവിക്കാൻ കഴിയൂ.
അതായത് അമേരിക്കയിൽ കാക്ക കൂട് കൂട്ടുന്നു, അത് വടക്കൻ ഇന്ത്യയിൽ കാശ്മീരിൽ കാക്ക കൂട് കൂട്ടുന്നു. ഈ അമ്പലത്തിന്റെ മുറ്റത്ത് മാവിലും പറമ്പിലെ മരത്തിലും കാക്ക കൂട് കൂട്ടുന്നു. എല്ലാ കൂടും ഒരുപോലെയാണോ? വ്യത്യാസം ഉണ്ടായിരിക്കുമോ? ഒരു വ്യത്യാസവും കാണില്ല. എന്നാൽ അമേരിക്കയിലെ കാക്കയല്ലേ ഇത്തിരി കൂടിയ തരത്തിൽ വീടുണ്ടാക്കി കളയാൻ സാധ്യമല്ല. കാരണം പ്രകൃതിയിൽ അതിനൊരു വാസനയുണ്ട്. അതിന്റെ കൂടുണ്ടാക്കാൻ എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ്. അത് ലോകം മാറുന്നതനുസരിച്ച്, രാജ്യം മാറുന്നതനുസരിച്ച് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ആഹാര രീതിയോ ജീവിത ശൈലിയോ ഒന്നും മാറാൻ പോകുന്നില്ല. പക്ഷേ മനുഷ്യന് മാത്രമാണ് ഇത് മാറ്റാൻ കഴിയുന്നത്. അവരുടെ മൂന്ന് തരത്തിൽ ജീവിക്കാൻ കഴിയും. ഒന്ന്, പ്രകൃതി സൃഷ്ടിച്ചതുപോലെ. അതാണ് ചുംബന സമരം പെൺകൊച്ചുങ്ങൾ പറഞ്ഞത്. അതല്ലെങ്കിൽ അതിനും താഴെ എന്ന് വേണ്ടി വന്നാൽ പറയും പ്രകൃതിക്ക് വിരുദ്ധമായി ജീവിക്കാം. അതിന്റെ പേര് വികൃതി. പ്രപഞ്ചത്തിന് പ്രകൃതി നിയമത്തിന് എതിരായി അതിനതീതമായി മനുഷ്യന് ജീവിക്കാം. അതിനെ സംസ്കൃതി എന്ന് പറയും. സംസ്കാരമുള്ള മനുഷ്യൻ. പ്രകൃതിയിൽ നിന്ന് ഉയരാൻ കഴിയുന്നതും മനുഷ്യന്, പ്രകൃതിയിൽ നിന്ന് അധപ്പതിക്കാൻ കഴിയുന്നതും മനുഷ്യന്. അങ്ങനെയാണെങ്കിൽ മനുഷ്യന് ആ തരത്തിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? കഴിയുമായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ നമ്മൾ ഇത്ര ഉഷ്ണിച്ചിരിക്കേണ്ടി വരുമായിരുന്നോ? നമ്മളെല്ലാവർക്കും വലിയ വീരവാദം മുടക്കുന്നില്ലേ? ഇപ്പോൾ ദിവസങ്ങളോ ഓരോ ദിവസവും മരിച്ചവരുടെ കണക്ക് വന്നുകൊണ്ടിരിക്കുക. എന്ത് ചുട്ടു പൊള്ളുന്നു. AC വാങ്ങാൻ കാശുള്ളവർക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. വാങ്ങാൻ നിങ്ങൾ ഓർഡർ കൊടുത്തും കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുമോ? നമ്മുടെ സമൂഹത്തിൽ എന്ത് ഇത്രയും ക്രൂരമായ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നു? ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദം കൊണ്ടല്ല സ്വന്തം നാടെന്ന പേര് വന്നത്. പിന്നെയോ ലോകത്തിൽ ഒരിടവുമില്ല ഇത്രയും സുന്ദരമായ കാലാവസ്ഥ നൽകി അനുഗ്രഹിച്ച ഒരു ഭൂപ്രദേശം. പച്ചവെള്ളം ചവച്ചുകൂടെ കുടിക്കുന്ന ഒരു രാജ്യം നിങ്ങൾക്ക് ലോകത്തിൽ എവിടെയെങ്കിലും കാണിച്ചു തരാമോ? കിണറ്റിൽ നിന്നുള്ള വെള്ളം എടുക്കുന്ന വെള്ളം അങ്ങനെ തന്നെ കുടിക്കാൻ കഴിയുന്നത് ലോകത്തിൽ മറ്റെവിടെയും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയും തെളിഞ്ഞ ശുദ്ധമായ അപൂർവ സമാനമായ ജലം കിട്ടുന്ന ഈ കേരളം, കാടുണ്ട്, മലയുണ്ട്, പുഴയുണ്ട്, ആറുണ്ട്, അരുവിയുണ്ട്, കാട്ടാറുകളുണ്ട്, സർവജാത പക്ഷികളും മൃഗങ്ങളുമുണ്ട്. എല്ലാ സമൂഹ ശൈലിയിലും ജീവിക്കുന്ന മനുഷ്യരുള്ള ഇത്രയും സുന്ദരമായ ഭൂപ്രകൃതിയുള്ള ഈ കൊച്ചു കേരളം, ദൈവം അനുഗ്രഹിച്ചു നൽകിയ കേരളത്തിൽ ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടാകാൻ കാരണമെന്ന് ആധുനിക ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ബേക്കൺ എന്ന ഒരു ശാസ്ത്രജ്ഞൻ, ബ്രിട്ടീഷുകാരനായ ശാസ്ത്രജ്ഞൻ, പണ്ഡിതൻ പറഞ്ഞു: പ്രകൃതിയെ കീഴടക്കുക, പ്രകൃതിയെ വരിഞ്ഞുകെട്ടുക. ബേക്കോണിയൻ തിയറി എന്നൊരു പുതിയ തിയറി അദ്ദേഹം അവതരിപ്പിച്ചു. പ്രകൃതിയെ കീഴടക്കുന്നതാണ് മനുഷ്യന്റെ വിജയം എന്ന് പറഞ്ഞില്ലേ? നിങ്ങളെ പഠിപ്പിച്ചില്ലേ? നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രകൃതിയെ കീഴടക്കാൻ പുറപ്പെട്ട മനുഷ്യൻ ഇന്ന് എവിടെയായി എത്തി നിൽക്കുന്നത്? ഒരു കാറ്റ് വന്നാൽ തടയാൻ കഴിയാത്ത, ഒരു സുനാമി തിര വന്നാൽ ഒരു കടൽ തിരയെ തടയാൻ കഴിയാത്ത വിഡ്ഢിയായ മനുഷ്യൻ പ്രകൃതിയെ വരിഞ്ഞുകെട്ടാൻ പുറപ്പെട്ടിട്ട് ഇപ്പോൾ എവിടെ എത്തി? നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ ഹീനമായ നാശമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ലാഭം കിട്ടാത്തതൊന്നും ചെയ്യരുത് എന്ന് നാം പഠിപ്പിച്ചു. ഇന്നതിന്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങി പീഡനം സ്വയം നമ്മൾ അനുഭവിക്കുകയാണ്. പരിഹാരമുണ്ടോ? പ്രകൃതിയുടെ ദുരന്തത്തിന്റെ കണക്ക് ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളം പോലും, ദൈവത്തിന്റെ സ്വന്തം നാട് പോലും ഇത്രയും ഹീനമായ അവസ്ഥയിലേക്ക് എത്തുന്നതിന് പരിഹാരമുണ്ടോ? നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു മനുഷ്യന് വേണ്ടിയ നിയമമെന്ന്. പട്ടയം കൊടുത്ത് ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ കുറിച്ച്. പശ്ചിമഘട്ടം ലോകത്തിൽ എവിടെയും ഇല്ലാത്ത ഈ എലിവാല് പോലത്തെ ചെറിയ ഭൂഖണ്ഡത്തിൽ 44 നദികൾ ഒഴുകുന്ന ഒരു രാജ്യം ലോകത്തിൽ എവിടെയും ഇല്ല. എന്തേ ഈ 44 നദികൾ വരാൻ കാരണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എവിടെ നിന്ന അരുവികൾ, കാട്ടാറുകൾ, പുഴകൾ, തോടുകൾ ഉത്ഭവിക്കുന്നത്? പരന്ന ഇടങ്ങളിൽ നിന്ന് തോടുണ്ടായത് നിങ്ങൾക്ക് കാണിച്ചു തരാമോ? പരന്ന ഇടങ്ങളിൽ നിന്ന് അരുവി പൊട്ടി പുറപ്പെട്ടത് നിങ്ങൾക്ക് കാണിച്ചു തരാമോ? താഴ്ന്ന ഇടങ്ങളിൽ നിന്ന് നദികൾ ഒഴുകി വരുന്നതിനെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഉണ്ടാവുകയില്ല. നദികൾ, പുഴകൾ, അരുവികൾ ഉണ്ടാവണമെങ്കിൽ ഉയർന്ന ഇടങ്ങൾ വേണം. അതാണ് മലകൾ, പർവ്വതങ്ങൾ. ആ മലയിൽ വെറും വരണ്ട മലകൾ കൊണ്ട് വരില്ല. അവിടെ മണ്ണിനെ, ജലത്തെ സംരക്ഷിക്കുന്ന വൻകാടുകൾ ഉണ്ടാവണം. കാടും മലയും ഉള്ളിടത്തു നിന്നേ ജലം, ശുദ്ധജലം പൊട്ടിയൊഴുകുകയുള്ളൂ. അതാണ് 44 നദികളുടെ ഉത്ഭവസ്ഥാനം. ഈ പശ്ചിമഘട്ടം, പർവ്വതനിരകൾ, മലനിരകൾ, വൻകാടുകൾ.
അത് മുഴുവൻ പട്ടയമേളകൾ നടത്തി കയ്യേറ്റക്കാർക്കും മുതലാളിമാർക്കും നമ്മുടെ നാട്ടിലെ ഭരണാധികാരിമാർ പതിച്ചു നൽകുമ്പോൾ 50 കൊല്ലം വേണ്ട, ഞാൻ ഇപ്പോൾ പറയാം, ഇതിൽ മിക്ക വേറെ ഒരു 10-25 കൊല്ലവും കൂടെ ജീവിക്കുന്നവരല്ലേ. 25 കൊല്ലം കഴിഞ്ഞാൽ ഈ ഗതി കേരളം മരുഭൂമിയാവും. കുടിജലം കിട്ടാതെ ഇതാ എന്തിന് 25, ഇന്നും മരിച്ചിട്ടുണ്ടല്ലോ, ഇന്നലെയും മരിച്ചിട്ടുണ്ട്. കുടിജലം കിട്ടാതെ മനുഷ്യൻ ഉരകങ്ങൾ പൊള്ളി ഈ മണൽപ്പരപ്പിൽ കടന്ന് എങ്ങനെയാണോ പൊളയുന്നത്, അതുപോലെ ഒരൊറ്റപ്പെട്ട സംഭവമല്ല, ഈ കേരളം മുഴുവൻ പൊളഞ്ഞ് ആകാശത്തേക്ക് ഉരുകി ഉയരും. ആ ഗതികേടിലേക്ക് നമ്മുടെ നാട് അധപ്പതിച്ചു പോയതിന്റെ കാരണം ധർമ്മം എന്ന മഹത്തായ, പ്രകൃതി എന്ന മഹത്തായ സങ്കല്പം നാം പഠിപ്പിച്ചില്ല. ജൂൺ 5-ാം തീയതി ഇവിടെ ടീച്ചർമാർ ഇരിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, ജൂൺ 5-ാം തീയതി നമ്മൾ ഒരു മണ്ടത്തരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്താ പരിസ്ഥിതി ദിനം? നിങ്ങൾക്കത് അവസാനിപ്പിക്കാൻ കഴിയുമോ? എങ്കിൽ നന്നാക്കാം, എങ്കിൽ നമുക്ക് പരീക്ഷിക്കാം. ഇനി ഒരു പുരോഗതിക്ക് സാധ്യതയുണ്ട് ഇപ്പോഴും. എന്താ ചെയ്യേണ്ടത്? പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വേറെ, പരിസ്ഥിതി വേറെ. മനുഷ്യൻ സംരക്ഷിക്കും പരിസ്ഥിതിയെ. എന്തെടുത്തിട്ട് സംരക്ഷിക്കാൻ സാധ്യമല്ല. പരിസ്ഥിതി എന്ന സങ്കല്പം ഭാരതീയമല്ല. ഇവിടെ ഇരിക്കുന്ന കാരണവന്മാരുടെ വീടുകളിൽ പല ഭാരതീയമായ ഭാഷയിൽപ്പെട്ട നിഘണ്ടുക്കൾ ഉണ്ടെങ്കിൽ, പഴയ നിഘണ്ടുക്കൾ ഉണ്ടെങ്കിൽ എടുത്തു നോക്കാം. അതിൽ പരിസ്ഥിതി എന്ന വാക്കില്ല, പരിതസ്ഥിതി എന്ന വാക്കുണ്ട്, പരിസ്ഥിതി എന്ന വാക്കില്ല. എന്തുകൊണ്ടില്ല? ലോകത്തിൽ ഇന്നോളം കണ്ടുപിടിച്ചിട്ടുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ വ്യാകരണ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയ ഭാരതീയന്, ഋഷിക്ക് പരിസ്ഥിതി എന്ന വാക്ക് അറിയാത്തത് കൊണ്ടായിരുന്നോ അത് എഴുതാറിഞ്ഞത്? അങ്ങനെ ഒരു വാക്കില്ല, അത് സത്യത്തിന് വിരുദ്ധമാണ്, ശാസ്ത്രത്തിന് വിരുദ്ധമാണ് എന്നറിയാവുന്ന ഋഷി പരിസ്ഥിതി എന്ന് പഠിപ്പിച്ചില്ല. പകരം പ്രകൃതി എന്നാണ് പഠിപ്പിച്ചത്. ആ പ്രകൃതിയുടെ ശാസ്ത്രം നമ്മളോട് പറഞ്ഞു തന്നില്ല അധ്യാപകർ, പിന്നെയോ വീടുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചു. പ്രാഥമിക വിദ്യാലയങ്ങളിലൂടെ പഠിപ്പിച്ചത് എന്താ? ഭൂമിയെ മാതാവായിട്ട് കാണുക, ഭൂമിയെ അമ്മയായിട്ട് കാണുക. ആ ഭൂമിയുടെ അമ്മയുടെ ഉദരത്തിൽ, ഭൂമി എന്ന അമ്മയുടെ ഉദരത്തിലേക്ക് വിഷം കയറ്റാതിരിക്കുക. നമ്മൾ ഇപ്പോൾ അമ്മയുടെ ഉദരത്തിലേക്ക്, ഭൂമാതാവിന്റെ ഉദരത്തിൽ വിഷം കയറ്റുന്നു. ഭൂമിയുടെ രേതസ്സാണ് ജലം. ആ ജലത്തിലേക്ക് അമൃതം സൃഷ്ടി നടത്തുന്ന ആ രേതസ്സിലേക്ക് നമ്മൾ മാലിന്യം വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ഈ പ്രകൃതിയുടെ പ്രാണനല്ലേ പ്രാണവായു. ആ പ്രാണവായുവിനെ മുഴുവൻ ദുർഗന്ധപൂരിതമാക്കി വിഷമയമാക്കി മാറ്റിയതാര? ഞാനും നിങ്ങളുമല്ലേ? ആ ഗതികേടിൽ നിന്ന് മണ്ണിനെയും ജലത്തിനെയും വായുവിനെയും ശുദ്ധീകരിക്കാൻ എന്താ ചെയ്യേണ്ടത്? പരിസ്ഥിതി ദിന പ്രതിജ്ഞ കൊണ്ട് സാധ്യമാണോ? വീർപ്പുമുട്ടുന്ന ഭൂതലം വിങ്ങിപ്പൊട്ടുകയാണ്. പരിഹാരം എന്താണ്? അതിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ ചാനലുകളിൽ ഇന്ന് ചർച്ച ചെയ്തത് കൊണ്ടൊരു കാര്യവുമില്ല. മന്ത്രിമാർ മനുഷ്യന് വേണ്ടിയാണ് നിയമം ഉണ്ടാക്കുന്നത് പറഞ്ഞത് കൊണ്ട് മനുഷ്യനെ മാത്രം കണക്കാക്കി ഭൂമിയെ പതിച്ചു നൽകാൻ വീണ്ടും നാശം മാത്രമാ. സനാതന ധർമ്മം, ആർഷഭാരതം, ഋഷി നമ്മളോട് പറഞ്ഞു, ഈ പ്രകൃതിയുടെ മക്കളോട് പറഞ്ഞു, പ്രകൃതിയെ ആരാധിക്കുക. അത് പറഞ്ഞപ്പോൾ യൂറോപ്യന്മാർ നമ്മളെ ആക്ഷേപിച്ചു. പാഗൻ റിലീജിയൻ, പ്രകൃതിയെ പൂജിക്കുന്നവൻ പ്രാകൃതനാണ്, അവർക്ക് സംസ്കാരമില്ല, അവർക്ക് പരിഷ്കാരമില്ല, പ്രാകൃത മനുഷ്യനാണ്, അതുകൊണ്ട് അവനെ പാഗൻ റിലീജിയൻ എന്ന് പറഞ്ഞു. നമ്മളും നമ്മുടെ കാരണവന്മാരും അത് കേട്ട് ലജ്ജിച്ച് തലതാഴ്ത്തി പ്രകൃതിയെ പൂജിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആൽമരങ്ങളെല്ലാം വെട്ടി നമ്മൾ ശുദ്ധം വരുത്തി. അതെല്ലാം കാവുകൾ ഉണ്ടായിരുന്നില്ലേ? കാവുകളിൽ ഇരുന്ന ഭാവം, സർപ്പങ്ങൾ, ജീവജാലങ്ങൾ. മന്ത്രവാദിയെ വിളിച്ചു കൊണ്ടുവന്ന്, തന്ത്രിയെയും പൂജാരിയെയും കൊണ്ടുവന്ന് കാവിൽ പൂജ നടത്തി സർപ്പങ്ങളൊക്കെ ആവാഹിച്ച് കല്ലിലാക്കി എന്ന വ്യാജ സ്വപ്നത്തിൽ, വ്യാജമായ ധാരണയിൽ പാമ്പ് കല്ലാണെന്ന് വിചാരിച്ച് കല്ലിലേക്ക് ആവാഹിച്ച് രുദ്രന്റെ അടുത്ത് ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ കൊണ്ട് സ്ഥാപിച്ച് നമ്മൾ സമാധാനം കൊണ്ടു സർപ്പത്തെ സംരക്ഷിച്ചു എന്ന്. ഏത് സർപ്പത്തെയാ? ആ സർപ്പത്തെ അങ്ങനെ സംരക്ഷിക്കുവാൻ കഴിയില്ല. പ്രകൃതിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജൈവ വൈവിധ്യം ഏറ്റവും ചുരുങ്ങിയ ഇടങ്ങളിൽ ഉള്ള ഒരു ഇടമുണ്ടെങ്കിൽ ലോകത്തിൽ അത് കാവുകളിൽ മാത്രമാണ്. അന്ധവിശ്വാസമാണെന്ന് നമ്മളോട് വിഡ്ഢികൾ വിളിച്ചു പറഞ്ഞപ്പോ ഒന്നും പിന്നും ചിന്തിക്കാതെ നമ്മളതെല്ലാം തകർത്ത് കളഞ്ഞില്ലേ? അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരുക. കാവരുടെ മക്കളെ എന്ന് കവി ചോദിച്ചു. കാവരുടെ മക്കളെ, കാവെവിടെയാണ്? കാവെല്ലാം നമ്മൾ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞില്ലേ? ഋഷി പറഞ്ഞു, കാവിനെ ആരാധിക്കുക, മരത്തിനെ പൂജിക്കുക, പുഴയെ ആരാധിക്കുക, വൃക്ഷപൂജ നടത്തി, നമ്മൾ നദീവന്ദനം നടത്തി.
ഞാൻ ടീച്ചർമാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, സ്കൂൾ മാനേജ്മെന്റുകാർ ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, വരുന്ന ജൂൺ 5-ാം തീയതി നിങ്ങൾക്ക് പരിസ്ഥിതി ദിനം എന്നുള്ളത് മാറ്റേണ്ട. പകരം നമ്മുടെ വിദ്യാലയത്തിനടുത്ത് വൻമരങ്ങൾ ഉണ്ടെങ്കിൽ, ചെറിയ തോടുകളോ അരുവിയോ പുഴയോ ജലാശയങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളെ അവിടേക്ക് വിളിച്ചു കൊണ്ടുപോവുക. മുന്നേ കൂട്ടി തയ്യാറാക്കി വെച്ച് ആ ജലാശയത്തിന്റെ ചുറ്റിനും ആ പുഴയുടെ കരയിൽ ആ തോടിന്റെ സമീപത്ത് ശുദ്ധമാക്കി വരുത്തിയ ആ ഇടങ്ങളിൽ നമ്മുടെ മക്കളെ നിർത്തിക്കൊണ്ട് ആ പുഴയിലേക്ക് ഒരു ദീപം കത്തിച്ചൊഴുക്കാൻ, പുഴയെ പൂജിക്കാൻ, നദിയെ പൂജിക്കാനുള്ള സംസ്കാരം പഠിപ്പിക്കാമോ? നദീ വന്ദനം നിങ്ങളത് പഠിക്കേണ്ടതാ, നമ്മളത് ശീലിക്കാൻ പഠിപ്പിക്കുക. കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതെന്ന്, പ്രകൃതിയെ പൂജിക്കാൻ വൻമരങ്ങളുണ്ടെങ്കിൽ അതിന് ചുറ്റും കൊണ്ടു നിർത്തി അതിന് പൂജ നടത്ത്, വൃക്ഷപൂജ നടത്ത്. ആകുമെങ്കിൽ അത് മതമെന്ന് പറഞ്ഞ് ആക്ഷേപിക്കും നമ്മളെ, അത് ഹിന്ദുത്വം കൊണ്ടുവരാനാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കും നിങ്ങളെ, മതേതരത്വം തകരുമെന്ന് പറഞ്ഞ് നിങ്ങളെ വിരട്ടും രാഷ്ട്രീയക്കാർ, മന്ത്രിമാർ. പക്ഷേ അവരവരുടെ രാഷ്ട്രീയ സ്വാധീനത്തിന്, അധികാരത്തിന് വേണ്ടിയാ പറയുന്നത്. നമ്മൾ ലോകത്തിന് വേണ്ടിയാണ് പറയുന്നത്. ഈ സംസ്കാരം നിലനിൽക്കുന്നത് ഏതെങ്കിലും ഒരു അധികാരത്തിന് വേണ്ടിയല്ല. ഈ സംസ്കാരം ശീലിപ്പിക്കേണ്ടത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല. ഈ പ്രകൃതിയുടെ, പ്രപഞ്ചത്തിന്റെ, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത്തരം ആചാരങ്ങൾ, ആരാധനകൾ നടത്തിയാൽ ആ പ്രകൃതി പൂജയ്ക്ക് പറയുന്ന പേരാണ്, ഋഷി അതിനൊരു പേരിട്ടു, ദേവയജ്ഞം. ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ അഗ്നിഹോത്രം നടത്താൻ ഋഷി പറഞ്ഞു. നിത്യേന ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചെയ്യാൻ കഴിയുമോ? ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന കാരണവന്മാരോടാണ് ചോദിക്കാനുള്ളത്, മാതാപിതാക്കളോട്. ഇന്ന് മുതൽ നമുക്ക് ശീലിപ്പിക്കാൻ കഴിയുമോ? സ്വയം ശീലിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കാനല്ല, ശീലിച്ച് സ്വയം ചെയ്ത് മക്കളെ കൊണ്ടത് ചെയ്യിപ്പിക്കാൻ കഴിയുമോ? പ്രകൃതിയെ പൂജിക്കാനുള്ള പ്രയത്നത്തിന്റെ ഭാഗമായി ദേവയജ്ഞം, പഞ്ചമഹായജ്ഞം എന്ന് ഋഷി പറഞ്ഞിട്ടുണ്ട്. അതായത് നിത്യവും ചെയ്യേണ്ട കാര്യം, അതിലൊന്നാണ് ദേവയജ്ഞം. ദേവയജ്ഞത്തിന് ചെയ്യാൻ പറഞ്ഞ ചടങ്ങ് അഗ്നിഹോത്രം. അഗ്നിഹോത്രത്തിലൂടെ നേടേണ്ട സംസ്കാരം പ്രകൃതി പൂജ, പ്രകൃതിയെ സംരക്ഷിക്കാൻ, മലിനമാക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? അത്തരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഓരോന്നിനെയും, ഈ പ്രകൃതിയെ ആരാധിക്കുന്നത് പാവനമാക്കാൻ എന്ത് ചെയ്യണം? ഒരു കാര്യം ശുദ്ധമാക്കി വെക്കാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? അതിനെ ആരാധ്യമാക്കണം. ആരാധ്യമാക്കാൻ നമ്മുടെ വീട് ചിലപ്പോൾ ചത്തക്കുടില അല്ലെ വൃത്തിഹീനമായിട്ട് കിടക്കുമ്പോഴും പൂജാമുറി ശുദ്ധമായിരിക്കില്ലേ? നമ്മൾ സ്വയം ജീവിക്കുന്നത് അശുദ്ധമായ ഇടങ്ങളിലാണെങ്കിലും അമ്പലത്തിൽ വരുമ്പോൾ നമ്മൾ ശുദ്ധമാവില്ലേ? കാരണം അവിടെ ആരാധ്യമാണ്. ആരാധിക്കപ്പെടുന്ന വസ്തുവോ ആരാധിക്കുന്നവരോ ശുദ്ധമായിട്ട് വേണം ഓരോന്നും ചെയ്യാൻ. നദിയെ ശുദ്ധമാക്കി വയ്ക്കാൻ എന്ത് ചെയ്യണം? നദീ മാതാവ് എന്ന് നാം നമ്മുടെ അമ്മമാർ, കാരണവന്മാർ പറഞ്ഞു തന്നു. ജലദേവത, വരുണ ഭഗവാൻ എന്ന് പറഞ്ഞില്ലേ? വായുവിനെ ശുദ്ധമാക്കി വെക്കുവാൻ വായു ഭഗവാൻ എന്ന് പറഞ്ഞില്ലേ? വനദേവത എന്ന് നാം പറഞ്ഞില്ലേ? ഭൂമി ദേവി എന്ന് നാം പറഞ്ഞില്ലേ? ഒരു കാര്യത്തിനെ ശുദ്ധമാക്കി വയ്ക്കുവാനുള്ള ഏറ്റവും ശാസ്ത്രീയമായ, ഏറ്റവും എളുപ്പമായ മാർഗം ശുദ്ധമാക്കി വെക്കേണ്ടതിനോട് ആരാധന പഠിപ്പിക്കുക. അങ്ങനെയാണ് പ്രകൃതിയെ പൂജിക്കുവാൻ ഭാരതീയൻ പഠിപ്പിച്ചത്. പ്രകൃതിയെ ആരാധിക്കുക. അത് പ്രാകൃതമല്ല, അത് അശാസ്ത്രീയമല്ല, അതാണ് ഏറ്റവും ഉന്നതമായ സംസ്കാരം എന്ന് ഇനി അങ്ങോട്ട് ലോകത്തെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. കാരണം ലോകം ഈ ഭാരതത്തിന്റെ മുമ്പിൽ വന്ന് മുട്ടിലടയും. കാരണം ലോകം മുഴുവൻ പരിസ്ഥിതി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക, നമ്മളും ചെയ്തതിന്റെ പാപം അനുഭവിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രകൃതിയെ പൂജിക്കുവാനുള്ള, പ്രകൃതിയെ ആരാധിക്കുവാനുള്ള സംസ്കാരം നമുക്ക് പകർന്നു നൽകാൻ കഴിയുമോ? അതുപോലത്തെ മറ്റൊരു അനുഷ്ഠാനമാണ് നിത്യേന ചെയ്യേണ്ടത് പിതൃയജ്ഞം. പിതൃയജ്ഞത്തിന് തർപ്പണം ചെയ്യാനാണ് ഋഷി നമ്മളോട് പറഞ്ഞത്. ജലതർപ്പണം ചെയ്താൽ കാരണവന്മാരെ ഓർക്കുക. നിന്നെ സൃഷ്ടിച്ചത്, നിന്നെ വളർത്തിയത്, നിനക്ക് സംസ്കാരം ഉണ്ടാക്കി തന്നത് പൂർവികന്മാരാണ്. ആ കാരണവന്മാരെ ഓർക്കാൻ തർപ്പണം ചെയ്യുക. അതുകൊണ്ട് പോരാ, ഞാനതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. പിതൃയജ്ഞം എന്ന് നിത്യേന